രണ്ടാം ചേര സാമ്രാജ്യം AD 800 മുതൽ ആരംഭിച്ചുവെന്നും AD 820 മുതൽ ആരംഭിച്ചു എന്നും രണ്ടഭിപ്രായങ്ങളുണ്ട്. അതെന്തായാലും 1102 ചേര ചോള യുദ്ധത്തെ തുടർന്ന് ചോള രാജ്യവും ചേര രാജ്യവും തകർന്നു. കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി മഹോദയപുരം പട്ടണം കേന്ദ്രമാക്കി ഭരിച്ച ചോള സാമ്രാജ്യം തകർന്നതോടുകൂടി അതിൻ്റെ സാമന്ത രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അങ്ങനെ ഏകദേശം 60-ലേറെ രാജ്യങ്ങൾ കേരളത്തിൽ സ്വതന്ത്രമായി. അപ്പോൾ കേരളത്തിലെ ഈ 60-ലേറെ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ താലൂക്കിൻ്റെ വലിപ്പമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് തന്നെ നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു, തൃപ്പാപ്പൂർ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു, പിന്നെ ആറ്റിങ്ങൽ ഒരു ദേശവഴിയായി നിലനിന്നിരുന്നു. അങ്ങനെ നിരവധി രാജ്യങ്ങൾ. ഓരോ കൊട്ടാരക്കര ഒരു രാജ്യമായിരുന്നു, കൊല്ലം മറ്റൊരു രാജ്യമായിരുന്നു, കരുനാഗപ്പള്ളി ഒരു രാജ്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധി രാജ്യങ്ങൾ നിലനിന്നിരുന്ന, അതാണ്ട് 60ഓളം രാജ്യങ്ങൾ നിലനിന്നിരുന്ന ഒരു 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 പ്രദേശമായിരുന്നു അക്കാലത്തെ കേരളം. ഏതാണ്ട് പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വരുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി ഇതായിരുന്നു. വിദേശികളൊക്കെ അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 1801 ബുക്കാനൻ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ കേരളത്തിലെ ഈ 60 രാജ്യങ്ങളും ഭരിച്ച രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെക്കുറിച്ച് ഒരു രേഖപ്പെടുത്തലുണ്ട്. ആ കൊട്ടാരങ്ങളെല്ലാം ഓല കെട്ടിയ മാടങ്ങളായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓല കെട്ടിയ സാമാന്യം ഭേദപ്പെട്ട അല്ലെങ്കിൽ ഒരു ശരാശരി വീടുകൾ മാത്രമായിരുന്നു ഇന്ന് നമ്മൾ കൊട്ടാരങ്ങളും കോവിലകങ്ങളും എന്ന് പറയുന്ന കെട്ടിടങ്ങളെന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൊട്ടാരങ്ങൾ വരെ ഓലയായിരുന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരന് ആ ഓലക്കെട്ട് പോലും അന്യമായിരുന്നു, അല്ലെങ്കിൽ ഓല പോലും മേയാനുള്ള അവകാശം ഇല്ലായിരുന്നു എന്നാണ് ചില രേഖകളിൽ കാണുന്നത്. അന്നാളുകൾ സാധാരണക്കാരൻ പുല്ലുമേഞ്ഞ വീടുകളിലും പനയോലകൾ കൂട്ടിക്കെട്ടി പനയോലകൾ മേഞ്ഞ വീടുകളുമായിരുന്നു കൂടുതലും ഉപയോഗിച്ചിരുന്നത്. പിന്നെ എന്നു മുതലാണ് ഇവർക്ക് ഓല കെട്ടാനുള്ള അവകാശം ലഭിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ രേഖകളില്ല. പക്ഷേ ഒന്നറിയാം, അവർക്ക് ഓടിടാനുള്ള അവകാശം ലഭ്യമായതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ തെളിവുകളും രേഖകളും നമ്മുടെ പുരാരേഖാ വകുപ്പിൽ ലഭ്യമാണ്. ഇതിൻ്റെ എങ്ങനെയാണ് ഇവർക്ക് ഓട് മേയാൻ സാധാരണക്കാരന് അവകാശം കിട്ടിയതെന്നറിയണമെങ്കിൽ നമ്മൾ പുരാരേഖകൾ പരിശോധിക്കണം. ആരും സമരം ചെയ്ത് ലഭിച്ചതല്ല, ആരും ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തി ലഭിച്ചതല്ല, ആരും ആക്രമണമോ പ്രത്യാക്രമണമോ നടത്തി ലഭിച്ചതല്ല. പ്രകൃതി തന്നെ വരുത്തി വെച്ചൊരു ദുരന്തത്തിൻ്റെ പരിണിത ഫലമായി അന്നത്തെ ഭരണകർത്താക്കൾക്ക് ഓടിടാൻ ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടി വന്നതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് 1700 പോലും പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിലെ ചില കെട്ടിടങ്ങൾ, അനുബന്ധ കെട്ടിടങ്ങൾ, പ്രധാന ക്ഷേത്രത്തിൻ്റെ അനുബന്ധ കെട്ടിടങ്ങൾ ഓല കെട്ടി മേഞ്ഞിരുന്നു. ആ ഓല കെട്ടുന്നതിനുള്ള അവകാശം കൊടുത്തിരുന്നത് നെടുമങ്ങാട് പ്രദേശത്തുള്ള ചില പ്രാമാണിക കുടുംബങ്ങൾക്കാണ്. അവരിവിടെ നിന്ന് ഓലയുമായി അവിടെ ചെന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രധാന ക്ഷേത്രം ഒഴികെയുള്ള അനുബന്ധ കെട്ടിടങ്ങൾ ഓല കെട്ടി മേഞ്ഞ് അതിൻ്റെ കൂലി വാങ്ങി വന്നിരുന്നതായി രേഖകളിൽ നമ്മൾ കാണുന്നു. എന്നാൽ 1800-കളിൽ ആണ് 1800 മുതൽ ഏതാണ്ട് ഓലയ്ക്ക് പകരം ഓട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി, അങ്ങിങ്ങായി. പക്ഷേ അന്നും സാധാരണക്കാരന് ഓട് മേയുന്നുള്ള അവകാശം ലഭ്യമായിരുന്നില്ല. ആ ലഭ്യമാകുന്നതിന് കാരണമായ ഒരു സംഭവമാണ് ഇനി പറയുന്നത്. അതായത് 992 ആണ്ട്, അതായത് 1816 കൊല്ലം കമ്പോളം തീപിടിച്ചു. അവിടെ മുഴുവൻ അന്ന് ഓലക്കെട്ടിടങ്ങളായിരുന്നു, ഓല വീടുകളായിരുന്നു. ഈ ഓല വീടുകൾക്ക് എന്തോ കാരണവശാൽ പകൽ സമയത്ത് തന്നെ ഏതാണ്ടൊരു കുംഭം മീന മാസമായപ്പോൾ തീപിടിച്ചു. തീ ആളി കത്തി, കമ്പോളം മുഴുവൻ കത്തിച്ചാമ്പലായി. തൊട്ടടുത്ത വീടുകൾ, കോവിലുകൾ ഒക്കെ കത്തി അമർന്നു. നിരവധി ആളുകൾ മരിച്ചു.
കുട്ടികളും മുതിർന്നവരുമൊക്കെ, അതായത് ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത പലരും ആ അഗ്നിയിൽ വെന്ത് ചാമ്പലായി. ഈ വിവരം കൊട്ടാരത്തിലെത്തി. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി പാർവതിഭായി ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവാണ് ഞാൻ ഇനി വായിക്കുന്നത്. ആ ഉത്തരവ് ഇങ്ങനെയാണ്: കൊല്ലത്ത് കമ്പോളത്തിൽ കിഴക്കേ നടയിൽ ധനുമാസം 13 അഗ്നിബാധയുണ്ടായി. ഏറിയ വീടുകൾക്കും മുതലായ കാര്യങ്ങൾക്കും ഏതാനും ആളുകൾക്കും ഛേദം വന്നു. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള വീടുകളും കടയറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും ഓലപ്പുരയായിട്ട് കെട്ടിയിരിക്കുന്നതിനാൽ കൂടെ ഇതിൻവണ്ണം അഗ്നിബാധയുണ്ടായി ജനങ്ങൾക്ക് വളരെ സങ്കടമായിട്ടും തീർന്നിരിക്കുന്ന പ്രകാരം കേൾവിപ്പെട്ടിരിക്കൊണ്ട് പിറ രാജ്യങ്ങൾ കുടിയാനവന്മാരുടെ വീടുകളും കടയറകളും അവരവരുടെ മനസ്സിൻ പ്രകാരം ഓടുമേയിച്ച് അഗ്നിബാധ കൂടാതെ പാർത്ത് വരിക കൊണ്ടും ഈ രാജ്യത്തെ കുടിയാനവന്മാർ സന്തോഷമായിരിക്കണമെന്ന് നമുക്ക് മനസ്സിരിക്ക കൊണ്ടും വിളംബരം പ്രസിദ്ധപ്പെടുത്തുന്നതെന്തെന്നാൽ കുടിയാനവന്മാർ അവരവരുടെ കടയറ കമ്പോളം മുതലായവ ഓടുമേയിച്ച് സന്തോഷമായി ഇരുന്നു കൊള്ളുകയും വേണം. 992 ആണ്ട് റാണി പാർവതിഭായി തുല്യം. അതായത് മകരമാസം 8-ാം തീയതി 1816, അതായത് ജാനുവരി 22-ാം തീയതി 1816 ഇത് തുല്യം ചാർത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേൾവിപ്പെട്ടിരിക്കും പിറ രാജ്യങ്ങളിൽ കുടിയാനവന്മാരുടെ വീടുകളും കടയറകളും അവരവരുടെ മനസ്സിൻ പ്രകാരം ഓടുമേയിച്ച് അഗ്നിബാധയില്ലാതെ കഴിയുന്നതിനാൽ, പുറരാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിന് പുറത്ത് അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ വീടും കമ്പോളങ്ങളും ഒക്കെ ഓടുമേയിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നപ്പോഴും തിരുവിതാംകൂറിലെ ജനങ്ങൾക്കത് ലഭ്യമായിരുന്നില്ല എന്ന് ഈ ഉത്തരവിൽ നിന്ന് വ്യക്തമാണ്. കാലം പിന്നെയും കഴിഞ്ഞു. അന്ന് ഓട് മേയുക എന്ന് പറയുന്നത് വളരെ ആർഭാടമായി, വളരെ ചെലവ് കൂടിയൊരു കാര്യമായതുകൊണ്ട് വലിയ ഹോൾസെയിൽ കടകളിൽ പലതും ഒക്കെ ചെയ്തു എന്നല്ലാതെ കൊച്ചു കൊച്ചു കടകളൊന്നും ഓട് മേയാനുള്ള ശേഷിയോ ചേമുഷിയോ ഇല്ലാത്ത ജനത പഴയതുപോലെ തന്നെ ഓല കെട്ടി അവരവരുടെ കച്ചവടങ്ങൾ നടന്നു വരവേ തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം തീപിടിച്ചു. തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം തീപിടിച്ചത് പാതിരാത്രി ആയതുകൊണ്ട് മുതൽ നാശം വന്നതല്ലാതെ ആൾനാശമൊന്നും ഉണ്ടായില്ല. അപ്പോൾ രാജസ്ഥാനത്തിന് വീണ്ടും ഒരു ഉത്തരവിറക്കേണ്ടി വന്നു. ആ ഉത്തരവ് ഇതാണ്. ആ ഉത്തരവിറക്കുന്നത് ഈ പേരെടുത്ത ഒരു ചക്രവർത്തിയായി നമ്മൾ കൊണ്ടാടുന്ന സ്വാതി തിരുനാളിൻ്റെ അനുജൻ ഉത്രൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഉത്തരവാണ്. ആ ഉത്തരവ് ഞാൻ വായിക്കാം. ഈ രാജ്യത്ത് കുടിയാനവന്മാർക്ക് കച്ചവടക്കാർ ഉൾപ്പെട്ട എല്ലാ ജാതിക്കാരുടെയും വീട് കടയറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അഗ്നിബാധയ്ക്കിടയുണ്ടാകാതെ അവരവരുടെ മനസ്സിൻ പ്രകാരം ഓടിട്ട് പാർത്തുകൊള്ളത്തക്കവണ്ണം 992 ആണ്ട് മകരം 8-ാം തീയതി തിരുവെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയതിന് ശേഷവും ഓടിടിവിക്കാതെ ഓല തന്നെ കെട്ടിവരുന്നതിനാൽ കൂടെ അഗ്നിബാധയുണ്ടായി ജനങ്ങൾക്ക് സങ്കടത്തിനും മുതൽഛേദത്തിനും ഇടവന്നിരിക്കുന്നു എന്ന് നാം കേൾവിപ്പെട്ടിരിക്കൊണ്ട് പ്രസിദ്ധപ്പെടുത്തുന്നത് എന്തെന്നാൽ 92-ാം ആണ്ട് എഴുതിയിരിക്കുന്ന വിളംബരപ്രകാരം സകലമാന ജാതിക്കാരും യാതൊരു സംശയവും കൂടാതെ വീട് കടയറ മുതലായ സ്ഥലങ്ങൾ ഒക്കെയും അവരവരുടെ മനസ്സിൻ പ്രകാരം ഓടുമേയിച്ച് അഗ്നിബാധയ്ക്കിടവരാതെ സൂക്ഷിച്ച് പാർത്തുകൊള്ളുകയും വേണം. ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തുല്യം. 1847 ഉത്തരവാണ്. 31 കൊല്ലത്തിന് ശേഷം ആദ്യത്തെ ഉത്തരവിറങ്ങി 31 കൊല്ലത്തിന് ശേഷവും ആളുകൾ ഓടിടാൻ മടിച്ചതിന് കാരണം ഈ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, ജാതിയിൽ താഴ്ന്നവന് ഓടിടാൻ അവകാശമില്ലായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഈ ഉത്തരവിൽ പ്രത്യേകം എടുത്തു പറയുന്നത്, സകലമാന ജാതിക്കാരരും യാതൊരു സംശയവും കൂടാതെ ഓടുമേയിക്കണം എന്ന്. അപ്പോൾ ഈ ഓടുമേയുന്നതിൽ സാമ്പത്തികം മാത്രമല്ല, മറ്റു കാര്യങ്ങളിലെല്ലാം ഉള്ളതുപോലെ ജാതി വ്യവസ്ഥയും അയിത്തവും ഒക്കെ സൂക്ഷിച്ചിരുന്നു എന്നാണ് നമ്മളെ ഇത് ബോധ്യപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഈ എല്ലാ അവകാശങ്ങളും നമ്മൾ പോരാടി നേടിയത് എന്ന് പറയുമ്പോഴും
ഓടിടാനുള്ള അവകാശം പോരാടി നേടിയതല്ല, അത് പ്രകൃതി ദുരന്തത്തിൻ്റെ ഫലമായി അന്നത്തെ ഭരണകർത്താക്കൾക്ക് അനുവദിച്ചു കൊടുക്കേണ്ടെന്ന സമ്മർദ്ദം ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഈ ഓടിടാനുള്ള അവകാശം സാധാരണക്കാരായ മനുഷ്യർക്ക് കിട്ടിയത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഉത്തരവുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ചത്.